ഹായ്, ഞാൻ വന്നിരിക്കുന്നത് 2 മാസം കഴിഞ്ഞ ഓണമാണ്. ഓണം എന്ന് പറഞ്ഞാൽ മലയാളിയുടെ ഒരു ദേശീയ ഉത്സവമാണ്. അപ്പോൾ ഓണത്തിന് നമ്മുടെ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ ഓണത്തിന് പോയി എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ പോയി പടം കാണും. അതൊക്കെ ഒരു രസം, ഒരു വൈബാണ്. അത് ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ ഈ പടം ഇറങ്ങുന്നതും ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റി പെടുന്നതും ഓണത്തിനാണ്. അപ്പം നമ്മുടെ ഇത്തവണത്തെ ഓണത്തിന് നല്ല കിടിലൻ ക്ലാഷാണ്. നല്ല പൊരിഞ്ഞ പോരാട്ടമായിരിക്കും. ഒരു 3-4 പടം ഇറങ്ങുന്നുണ്ട്. അത് ഏത് പടം വിന്നറടിക്കും, ഏത് പടം എനിക്ക് കാണാൻ ഫസ്റ്റ് ഞാൻ പോയി കാണുന്നതും എൻ്റെ ആഗ്രഹങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ കമന്റ് ഇടുക. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. ഒരു പാവപ്പെട്ടവനാണ്, സാധുവാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഏതൊക്കെ പടം ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ പറയാം. അതിനെ കുറിച്ച് ഡീറ്റെയിൽ പറയാം. ഓക്കെ, ആദ്യമേ തുടക്കം. ലാലേട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ നായികയായിരുന്നു. ജൂൺ ആന്റണി സംവിധാനം ചെയ്തു, ആന്റണി പ്രൊഡ്യൂസ് ചെയ്തു. ലാലേട്ടൻ അത് ഗസ്റ്റ് റോളുണ്ട്. ലാലേട്ടനെ ഗസ്റ്റ് റോൾ ചെയ്യുന്നതെന്ന് അറിയില്ല. പടം ആൾക്കാർ കാണാനും ശ്രദ്ധിക്കാനും പെടാനും കുറച്ച് പേരും തിരിച്ചു വരാൻ വേണ്ടിയാണ് ലാലേട്ടൻ്റെ ഗസ്റ്റുകൾ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ലാലേട്ടനെ മോളെ വിളിക്കുന്ന ആരും പോയി പടം ഒന്നും തിരിച്ചു പോയി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതിനാണ് ലാലേട്ടൻ ഗസ്റ്റുകൾ വന്നത്. ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ പടം ലാലേട്ടൻ ഗസ്റ്റുകളുണ്ട്. അത് ജൂൺ ആന്റണിയാണ് സംവിധാനം ചെയ്തത്. ജൂൺ ആന്റണി നല്ലൊരു പടമൊക്കെ എടുത്തിട്ടിരിക്കുകയാണല്ലോ, 2018 പോലത്തെ പടമൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ ഈ പടം ഏത് ലെവലിൽ വരുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ ഓണത്തിന് ഇറങ്ങുന്ന പടമാണ്. പക്ഷെ ഡേറ്റ് എന്നാന്ന് എനിക്കറിയത്തില്ല, ഓണത്തിനാണെന്നറിയാം. അടുത്ത രണ്ടാമത്തെ പടം നിവിൻ പോളി നായകനായി ഗിരീഷ് ഏടി സംവിധാനം ചെയ്യുന്ന ഭാവന സ്റ്റുഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ് ബദ്ലഹേം ഒരു കുടുംബ യൂണിറ്റ്. അതാണ് അടുത്ത പടം, ഓണത്തിന് വരായിരിക്കുന്ന പടം. മമിത പ്രമോദാണ് നായിക. അപ്പോൾ ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത 4ാമത്തെ പടം തോന്നുന്നു. ഗിരീഷ് ഏടിയുടെ പടങ്ങളെല്ലാം എടുത്തു നോക്കിയ ആദ്യത്തെ 3 പടം എടുത്തു നോക്കിയ 3 പടം കഴിഞ്ഞിട്ടുള്ളൂ. ആ 3 പടം എടുത്ത് എല്ലാം സെയിം കണ്ടന്റ്, സെയിം മോഡലൊക്കെ തന്നെ, എല്ലാം അതൊക്കെ തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇതും ആവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എല്ലാവരും പാറ്റം തന്നെ പിടിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ നീമ്പോളി ഔട്ടായി നിന്നിട്ട് കുറെ വർഷങ്ങളായി. നീമ്പോളി ഇച്ചിരിയും തിരിച്ച് വന്ന് ഒരു പടത്തിലൂടെ തിരിച്ച് പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവമായാണ്. അത് നീമ്പോളി ഇതല്ല, അത് പടം നല്ലതാണ്ട് ഓടി. അതുകൊണ്ട് നീമ്പോളിക്ക് ഒരു ഗുണമുണ്ടായി. അതിന് മുമ്പ് നീമ്പോളി പൊട്ടി പളിഷായിക്കട പടങ്ങളൊന്നും ഇല്ല. പ്രൊഡ്യൂസർ പോലും പുള്ളിക്കാരനെ വെച്ച് ചെയ്യുന്നില്ല. പുള്ളിക്കാരൻ ഔട്ടായി. പുള്ളിയുടെ പടം OTT-ലൊക്കെ പോയിട്ട് പോലും എത്ര പടങ്ങൾ പെൻഡിങ് കിടക്കണം OTT പോകാതെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും പടങ്ങൾ ഇറങ്ങി, എല്ലാം പൊട്ടിപ്പോയി. പ്രതിച്ഛായ, പിന്നെ വേറെ ഏതൊരു പടമൊക്കെ ഇറങ്ങി, അതൊക്കെ എല്ലാം പൊട്ടിപ്പോയി. നിമ്പോളിയുടെ മാർക്കറ്റേ പോയി. നിമ്പോളിയൊക്കെ അടപ്പറ് ചെയ്യുക. അപ്പൊ ഇതിന് എനിക്കൊരു പ്രതീക്ഷയില്ല. പിന്നെ ഉള്ളത് പറഞ്ഞാൽ നീമ്പോൾ ഇങ്ങനെയുള്ള കുടുംബം കൊടുത്ത് തന്നെ പൊളിച്ചെടുക്കും. പക്ഷെ ഇത് ഗിരീഷ് ഏടിയുടെ പടമുണ്ട്. ഗിരീഷ് ഏടി എങ്ങനെ ചെയ്തു വെച്ചിരുന്നത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. കാരണം വെച്ചാൽ 3 പടം ഒരുപോലെയൊക്കെ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അടുത്ത 3ാമത്തെ പടം ഖലീഫ. പൃഥ്വിരാജ് സുകുമാരൻ നായനായി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ അതിലും ഉണ്ട് ഗസ്റ്റ് റോളായിട്ട്. ഇത് 2 പാട്ടായിട്ടാണ് വരുന്നത്. ആദ്യത്തെ പാട്ടിൽ ലാലേട്ടൻ കുറച്ചേരേ ഉള്ളൂ. പക്ഷെ ഈ ലാലേട്ടൻ എന്തിനാ വന്നിരിക്കുന്ന വെച്ചാൽ പാർട്ട് 2 ഇറക്കാൻ വേണ്ടി ഒന്നുമല്ല ലാലേട്ടൻ വന്നിരിക്കുന്നത്. പടത്തിന് ഹൈപ്പ് കൂട്ടാനും പടത്തിന് ആള് കയറ്റാനും വേണ്ടി മാത്രമാണ് ലാലേട്ടൻ വെച്ചിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ആദ്യത്തെ പടത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, ലാലേട്ടൻ ഇപ്പൊ എല്ലാ പടത്തിനും ഗസ്റ്റ് റോളുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആൾക്ക് മാർക്കറ്റ് നടന്നല്ലേ. അപ്പൊ ലാലേട്ടനെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് പടത്തിന് ആള് കയറും. കുറച്ച് പേര് തിരക്ക് വരും. ഒരു ക്ലാഷ് വെച്ച് ഒരു സംഭവം നടക്കും ഇവിടെ. അതിനാണ് ലാലേട്ടൻ പറഞ്ഞത്. ലാലേട്ടനകത്ത് ഗസ്റ്റുകൾ അഭിനയിച്ചില്ലെങ്കിൽ പൃഥ്വിരാജ് അവിടെ കാണാം ഫസ്റ്റ് ഡേ പോലും ആള് കാണത്തില്ല. പടം നല്ല ആളെ പോലും വലിയ ആളൊന്നും കാണത്തില്ല. പൃഥ്വിരാജിന്റെ പടങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിയോ. ഇത്ര വർഷം സിനിമ വന്നിട്ട് ഒരു നല്ലൊരു കമേഴ്ഷ്യൽ പടങ്ങൾ പൃഥ്വിരാജിട്ട് ഇറക്കി വിട്ടിട്ടില്ല. വിട്ടൊക്കെ പടങ്ങളൊക്കെ കമേഴ്ഷ്യൽ പടങ്ങളൊക്കെ പൊട്ടിപ്പോട്ടേ ഉള്ളൂ. തിയേറ്ററിലാണ് ഓടിയിട്ടില്ല. അങ്ങനെ ജനങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ല. നല്ലൊരു ഇത്ര വർഷമായിട്ട് ഒരു സൂപ്പർ സ്റ്റാർ ടാഗ്ലൈൻ ഉണ്ടാകാത്തതിന്റെ കാര്യം അദ്ദേഹം നല്ലൊരു കമേഴ്ഷ്യൽ ഒരു ഹിറ്റ് പടം പിറവിയെടുക്കാൻ പറ്റിയിട്ടില്ല. ഇറക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം പൊട്ടിപ്പോയല്ലാതെ ഒന്നും ഗുണം ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ അവസരങ്ങൾ പ്രത്യേക പടങ്ങളൊന്നും കാണാൻ ഒരു മനുഷ്യൻ പോലും കാണാൻ, ബിലാത്ത് കുത്തിയൊന്നും കാണാൻ ഒരു മനുഷ്യൻ പോലും ഇല്ല. ഞാൻ കാണാൻ ഫസ്റ്റ് ഡേ പോയിട്ട് 17 വരെ ഉള്ളത്. കെട്ടിയുള്ള പൊട്ടിപ്പോടാ. പൃഥ്വിരാജിന്റെ അഭിനയമാണല്ലോ എല്ലാം കൊണ്ടും മോശമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് എനിക്ക് പൃഥ്വിരാജ് വലിയ പ്രതീക്ഷയില്ല. വൈശാഖ് ഒട്ടും പ്രതീക്ഷയില്ല. കാരണം എന്താ വെച്ചാൽ വൈശാഖ് എന്ന് പറഞ്ഞ ഡയറക്ടർ എല്ലാം പഴയ പാറ്റം തന്നെ പിടിക്കുന്നത്. ഒരു വെറൈറ്റി പിടിക്കുന്നില്ല. കുറെ ഇടിയും കാണും, കുറെ പാട്ടും കാണും, കുറെ ഡാൻസും, അങ്ങനെയുള്ള കുറെ ടമാർ പടാർ പരിപാടി ആയിരിക്കും. സ്ഥിരം പാറ്റം തന്നെ. അതുകൊണ്ട് വൈശാഖിന് ഒട്ടും പ്രതീക്ഷയില്ല. പൃഥ്വിരാജിനെ ഞാൻ പറഞ്ഞില്ല, പൃഥ്വിരാജിനുള്ള പ്രതീക്ഷയെല്ലാം നമുക്ക് പോയി. പിന്നെ ആക്ഷനാണ്, കുറെ മസിൽ പിടുത്തവും കുറെ പരിപാടിയൊക്കെ ആയിരിക്കും പൃഥ്വിരാജിനകത്ത് പരിപാടി. അതുകൊണ്ട് പൃഥ്വിരാജിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ലാലേട്ടൻ ഉണ്ടായതുകൊണ്ട് ആൾക്കാർ കയറും. ഫസ്റ്റ് ഡേ നല്ല ആൾ കയറും, തിരക്കൊക്കെ വരും. ആ ഒരു ഇതേ ഉള്ളൂ പടത്തിനകത്ത് ഹൈപ്പ് എന്ന് പറയാണ്ട്. അല്ലെങ്കിൽ ഒന്നും ഹൈപ്പ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പൃഥ്വിരാജ് തന്നെയാണ് ഹൈപ്പ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പടത്തിന് ആളും കയറത്തില്ല. പടം നല്ല ആൾ പോലും പൃഥ്വിരാജ് പടം അങ്ങനെ കൂടുന്നില്ല. അതിട്ട് അപ്പൊ ഈ ഖലീഫയിലും പ്രതീക്ഷയില്ല. നമ്പർ 4 അയാൻ ഗെയിം. ദുൽഖർ സൽമാൻ നായകനായി നഹാസിദത്ത് സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയാൻ ഗെയിമാണ് അടുത്ത ചിത്രം.
അതായത് ഈ ഓണച്ചിത്രങ്ങളിൽ ഈ 4 പടമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിരുന്നത്. ഈ 4 പടമാണ് ഓണച്ചിത്രമായിട്ട് വന്നിരിക്കുന്നത്. അത് ക്ലാഷ് പറ്റിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആഗസ്റ്റ് 20 അയ ഗെയിമും കരീക്ഷയാണ്. മറ്റൊക്കെ അതിന് മുമ്പായിരിക്കും, അല്ല അതിന് ശേഷമായിരിക്കും. എന്തായാലും ഓണത്തിനുള്ള പടങ്ങളാണ് ഇതെല്ലാം. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ദുൽഖർ സൽമാന്റെ അയാൻ ഗെയിമാണ് ഓണത്തിൽ തൂക്കത്തുള്ളൂ. അയാൻ ഗെയിമിനാണ് ഫസ്റ്റ് ചോയ്സ്. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രേക്ഷകരും, അത് ഡി ടി ഫാൻ ആയാലും ശരി, സാധാ പ്രേക്ഷകരാണ് ശരി, ഫസ്റ്റ് ചോയ്സ് കൊടുത്ത് ദുൽഖർ സൽമാന്റെ പടമാണ്. കഴിഞ്ഞ ദുൽഖർ സൽമാൻ ഒരു 3 വർഷത്തിന് ശേഷമാണ് ത്രൂവായിട്ട് റോൾ ചെയ്യുന്ന ഒരു മലയാള സിനിമ വരുന്നത്. ഇതിനു മുമ്പ് ലോക്കൽ ചെറിയൊരു റോൾ വന്ന് പോയേ ഉള്ളൂ. അതിപ്പോ തന്നെ പ്രൊഡ്യൂസറാണ്. പക്ഷെ ത്രൂവായിട്ട് ഒരു ക്യാരക്ടർ വേഷം ചെയ്തത് ഒരു 3 വർഷം ശേഷമാണ്, കൊത്തയ്ക്ക് ശേഷമാണ്. അതുകൊണ്ട് ദുൽഖർ സൽമാന്റെ പടത്തിന് കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ നിങ്ങൾക്കറിയാലോ, നമുക്ക് ലാലേട്ടനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതും ഏറ്റവും കൂടുതൽ പ്രൗഡ്ഫുള്ളറുള്ളതും. ഒരു നടനെ വരെ ഈ പടം കാണാൻ ആളെ തിക്കിത്തിരക്കി കയറ്റാൻ ഹെൽപ്പുള്ള ഒറ്റ നടനെ ഉള്ള മലയാളത്തിന് ഇപ്പം നമുക്ക് ലാലേട്ടൻ ശേഷം അത് ദുൽഖർ സൽമാനാണ്. അത് ലാലേട്ടൻ നമുക്കിടെ ഫസ്റ്റ് നമ്മൾ കാണാണ്ട് പോകുന്നത് തിക്കും തിരക്കോട് ഒരു വെയിറ്റ് ചെയ്ത് കാണത്തില്ലേ? ആ ഇന്ന് കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന തിരക്കോടെ ഇടിച്ചുള്ളി ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇടിച്ചുള്ളി കയറുന്ന ഒരു നടന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാനേ ഉള്ളൂ. അല്ല ഈ പൃഥ്വിരാജ് ടോവിനോ നിങ്ങളൊന്നും അല്ല. അവരൊക്കെ പടം നല്ലതാണെങ്കിൽ മാത്രമേ ഉള്ളൂ പടം നാളെ ഇറങ്ങുള്ളൂ. ഫസ്റ്റിടെ നാളെ വരത്തില്ല. ഫസ്റ്റിടെ നല്ല ആള് ചീത്തയാണ്, മോശമാണ്. ഫസ്റ്റിലെ ദുൽഖർ സൽമാന്റെ പടത്തിന് നല്ല ആളാണ്. അപ്പൊ 3 വർഷത്തിന് ശേഷം വരുന്ന പടമാണ് അയങ്ങി. ദുൽഖർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്, വലിയ ക്യാൻവാസ് പടമാണ്, മാസ് ആക്ഷൻ സ്റ്റൈലിഷ് കമേഴ്ഷ്യൽ പടമായിട്ടാണ് ദുൽഖർക്ക് ഇത് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആഡിക്സിന് ശേഷം നവാസിദ് സംവിധാനം ചെയ്ത പടമാണ്. നവാസിദിന്റെ പടം നിങ്ങൾക്കറിയാം, ആഡിക്സിന് ഒറ്റ പടം മതി, തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു പടമാണ്. അതായത് ഓഡിയൻസ് എവിടെ ഇഡ്ഡി പ്രതീക്ഷിക്കുന്നു അവരുടെ ഇഡ്ഡി കൊടുക്കും. അതാണ് നവാസിദിന്റെ ഡയറക്ഷൻ. ഓഡിയൻസ് എവിടെ പാട്ട് പ്രതീക്ഷിച്ച അവിടെ പാട്ട് കൊടുക്കും. ഓഡിയൻസ് എന്ത് പ്രതീക്ഷിച്ചു ആ സാധനം അപ്പൊ ഇട്ട് കൊടുക്കാൻ ഒരു ആംബിയൻസ് ഉള്ള ഒരു ഓഡിയൻസിന്റെ മൈൻഡ് അറിയാവുന്ന ഒരു ഡയറക്ടറാണ് നവാസിദ്. അതുകൊണ്ട് ഇതിനകത്തും ആ ഒരു സംഗതി വർക്കാവാണ് എന്റെ മനസ്സ് പറയുന്നത്. പിന്നെ ദുൽഖർ സൽമാൻ 3 വർഷത്തിന് ശേഷം മലയാള സിനിമ വരുന്നവരാണ്. അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. പിന്നെ ഡീഫിന്റെ പവർ അറിയാലോ, മമ്മൂക്ക ലാലേട്ടനാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ള ഒരു നടനാണ്. ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് ചലനം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു നടനാണ്. അപ്പം അദ്ദേഹം ഈ പടത്തിന് എന്തായാലും ഈ പടത്തെ ഹൈപ്പ് തന്നെ കണ്ടില്ലേ? പടത്തിന് അവര് ടീസർ ഇട്ടിട്ടില്ല, ഗ്ലിംസ് വീഡിയോ ഇട്ടിട്ടില്ല, ഒരു അപ്ഡേറ്റ് ഒന്നുമില്ല. 2-3 പോസ്റ്റർ കണ്ടിറങ്ങി. ആ പോസ്റ്ററിലാണ് ഈ പടം ഇത്ര ഹൈപ്പ് നിൽക്കുന്നത്, ഭയങ്കര ഹൈപ്പ് നിൽക്കുക. പൃഥ്വിരാജ് പടം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഉണ്ടാണ്ട് ഭയങ്കര ഹൈപ്പ് പോയി. പിന്നെ ഗ്ലിംസ് വീഡിയോ ഇറങ്ങി, പൃഥ്വിരാജ് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇറക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഹൈപ്പ് വരുന്നത്. ഇത് ദുൽഖറിന്റെ 2-3 പോസ്റ്റർ കൊണ്ടാണ് ഈ പടം ഇത്ര ഹൈപ്പ് പോയത്. അതാണ് ദുൽഖറിന്റെ പവർ. അപ്പൊ പടത്തിന് ടീസറും ഗ്ലിംസ് വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലിൽ പോകും. പിന്നെ എന്തായാലും പ്രേക്ഷകർ ഫസ്റ്റ് ഡേ പടം കാണുന്ന എന്തായാലും എന്റെ അഭിപ്രായത്തിൽ അയാൻ ഗെയിം തന്നെ ആയിരിക്കും. പിന്നെ അയാൻ ഗെയിം എല്ലാവർക്കും ഒരു പ്രതീക്ഷയുള്ള പടമാണ്. ദുൽഖറിന്റെ 3 വർഷമായിട്ടുള്ള പടവണയാണ്ട്. പിന്നെ ദുൽഖറിന്റെ ഒരു മാസ് സ്റ്റൈലിഷ് ആക്ഷൻ കമേഴ്ഷ്യൽ പടം വരുന്നതിന്റെ അത് കാണാൻ ആൾക്കാർ ഫസ്റ്റ് ഡേ പോകത്തുള്ളൂ. അതല്ല, ഫസ്റ്റിലെ ഇനിഷ്യൽ കളക്ഷൻ കിട്ടുന്നതും ദുൽഖറിന്റെ പടം തന്നെ ആയിരിക്കും. അത് പ്രത്യേകം ഇവിടുത്തെ ആരെ വെച്ചെന്ന് പറഞ്ഞാലും ദുൽഖറിന്റെ പടത്തെ തന്നെ ഫസ്റ്റ് ഡേയിലെ ഈ നല്ലൊരു ഇനിഷ്യൽ കളക്ഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് ഡേ ദുൽഖറിന്റെ പടം തന്നെ ആൾ വരത്തുള്ളൂ. പടം എങ്ങനെ പോസിറ്റീവ് ആണ്. പിന്നെ ഈ ബാക്കി പറഞ്ഞ 3 പടമാണ്, അത് ആ 3 പടം പോസിറ്റീവ് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഈ പടം പോസിറ്റീവ് ആണ്, ഇത് വേറെ ലെവലിൽ പോകും. പാൻ ഇന്ത്യ ഹിറ്റാവും, വേൾഡ് മൊത്തം ഹിറ്റാവും, നല്ല കളക്ഷനും വരും, ലോകയുടെ കളക്ഷനും പൊട്ടി, ലോകയുടെ ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ള അത് ദുൽഖറിനെ പൊളിച്ച പടമാണ്. ഈ പടം ഇൻഡസ്ട്രി ഹിറ്റ് വരിക്കും, ലോകയുടെ കളക്ഷൻ പൊട്ടിക്കും, വേറെ ലെവലിലേക്ക് പോകും പോസിറ്റീവ് വന്നിരിക്കും. പിന്നെ വിജയൊക്കെ പോലെയാണ് ദുൽഖറും. കാരണം ദുൽഖറിനെ നെഗറ്റീവ് അടിക്കാൻ ഒത്തിരി പേര് കാണും, കുറ്റം പറയുന്നത് നെഗറ്റീവ് അടിക്കാൻ കാണും. പടം തഴയപ്പെടാനും പടത്തെ കുറ്റം പറയാനൊക്കെ ആൾക്കാർ കാണും. പക്ഷേ മാങ്ങയുള്ള മാവിലെല്ലാം കല്ലെറിയത്തുള്ളൂ. അങ്ങനെ ദുൽഖറിനെ പോലെ സ്റ്റാൻഡുള്ള ആളെ എല്ലാവരും തളർത്താൻ നോക്കും നെഗറ്റീവ് പറഞ്ഞു. കാരണം അതുകൂടാതെ പവറുള്ള മനുഷ്യനാ. അപ്പം അദ്ദേഹത്തിന്റെ പടത്തെ നെഗറ്റീവ് ഇഷ്ടം വരിക ഈ വിജയുടെ പടം ഇറക്കാനില്ല എന്ന പോലെ നെഗറ്റീവ് അടിക്കാൻ ആൾക്കാർ കാണും. പക്ഷെ നല്ല പടമാണ് അദ്ദേഹത്തിന്റെ പടം പോടിയിരിക്കും. അത് ബോക്സ് ഓഫീസ് കളക്ഷൻ ആയി പിടിച്ചാൽ കിട്ടാത്ത കളക്ഷൻ ആയിരിക്കും. പാൻ ഇന്ത്യ നടനായിട്ട് വേറെ ലെവലിലേക്ക് പടം പോകും. പിന്നെ ഇതിങ്ങനത്തെ മാസ് പടയൊക്കെയുണ്ട്. പിന്നെ ഇതിനകത്ത് കുറെ സംഗതികളൊക്കെ വന്നിട്ടുണ്ട്. ഈ നാഗസത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞൊക്കെ പറഞ്ഞ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലേക്ക് ഇടുന്നുണ്ട്. അതൊക്കെ സത്യകാരനാണ് എന്റെ പ്രതീക്ഷ. അതൊക്കെ റോഷാക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഇതും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറെ കിംബന്തികളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ഓരോ പാപ്പരാസില്. അതുകൊണ്ടൊക്കെ ഒന്ന് ആകാറാണ് എന്റെ ആഗ്രഹം. ഇത് പക്കർ എന്റർടൈൻമെന്റ് എൻജോയ്മെന്റ് പടമാണെങ്കിൽ പടം പോസിറ്റീവ് ലെവലിൽ കിട്ടുവാണെങ്കിൽ വേറെ ലെവലിൽ പോകും. പിന്നെ എന്തായാലും ഫസ്റ്റ് ഡേ എല്ലാവരും ചോയ്സ് ദുൽഖർ സൽമാന്റെ പടം തന്നെ ആയിരിക്കും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഇനിഷ്യൽ കളക്ഷൻ ഇടും ദുൽഖർ സൽമാന്റെ പടം തന്നെ ആയിരിക്കും. കാര്യം ദുൽഖറിന്റെ പവർ അതുകൊണ്ടത്തെ പവറാണ്. അതുകൊണ്ട് എന്റെ ചോയ്സ് ഫസ്റ്റ് ചോയ്സ് അയാൻ ഗെയിമാണ്.